ഹലോ, വണ്ടി ഓടിച്ചോണ്ട് ഇത് എങ്ങോട്ടാണെന്നല്ലേ? എന്നെ കൊണ്ടുപോയില്ല കേട്ടോ. ശിശിറിൻ്റെ കസിൻസൊക്കെ കൂടിയാണ് പോയത്. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വരാൻ പറ്റാത്ത സ്ഥലമാണെന്ന്. കേരളത്തിലിപ്പോഴും എനിക്ക് വരാൻ പറ്റാത്ത സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞത് എന്നെ ഒന്ന് ഞെട്ടിച്ചെങ്കിലും ഈ ഒരു സീൻ കണ്ടപ്പോൾ സമാധാനമായി. ഇവർ കോഴിക്കടയിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുകയാണ്. ചിക്കനൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയൊന്നും കാണുന്നത് അത്ര സുഖമുള്ള കാര്യമില്ല. അപ്പോൾ ഇവർ പോകുന്നത് നമ്മുടെ മാഹിപ്പുഴയിലേക്കാണ്. ഞണ്ടുപിടുത്താണ് ഇന്നത്തെ വീഡിയോ. കോഴിയുടെ വേസ്റ്റ് വെച്ച് വലയിട്ട് കഴിഞ്ഞാൽ ഞണ്ട് പെട്ടെന്ന് പിടിക്കും അത്രേ. ഇവന്മാരെ കസിൻസൊക്കെ വെക്കേഷൻ ടൈമിൽ കൂടുമ്പോൾ സ്ഥിരം പരിപാടിയാണ് ഈ ഞണ്ടുപിടുത്തം. പക്ഷേ ഞണ്ടുപിടുത്തം മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഊടുവഴിയിലും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല അടിപൊളി കള്ള് ഷോപ്പുണ്ട്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, ആൽക്കഹോൾ കൺസപ്ഷൻ ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. അപ്പോൾ ഇവന്മാരുടെ മെയിൻ ഉദ്ദേശം അതാണോ ഞണ്ടുപിടുത്തമാണോ എന്നുള്ളത് ഇടയ്ക്കൊക്കെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഈ നടന്നു വരുന്നതാണ് നമ്മുടെ മറ്റൊരു കസിൻ സാജേഷ്. പിന്നെ ഈ ചാടി ഇറങ്ങി ആദ്യം തന്നെ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ് നമ്മുടെ ദീപു. അപ്പോൾ നമുക്ക് നോക്കാം ഇവന്മാർക്ക് ഞണ്ട് കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ളത്. ഞണ്ടുപിടുത്തത്തിൽ എക്സ്പേർട്ട് ദീപമാണ് കേട്ടോ. അവൻ ആദ്യം തന്നെ കോഴീൻ്റെ വേസ്റ്റൊക്കെ വെച്ച് വലയൊക്കെ സെറ്റാക്കി ഞണ്ട് പിടിക്കാനുള്ള യജ്ഞം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം അപ്പുറത്തുനിന്ന് സാജേഷ് കുഞ്ഞു പരൽമീനെ പിടിച്ച് കളിക്കുക. ചുമ്മാതല്ല കേട്ടോ, ആ പരൽമീനിനെ ചൂണ്ടയിട്ട് വലിയ മീൻ പിടിക്കലാണ് അവൻ്റെ ലക്ഷ്യം. വലിയ ശരീരമാണെങ്കിലും പിഞ്ചു മനസ്സാണ്. ആദ്യം ഞണ്ട് കിട്ടുമോ മീൻ കിട്ടുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് പാലത്തിൻ്റെ മുകളിലിരുന്ന് താഴോട്ട് കാലിട്ട് ആട്ടി കളിക്കായിരുന്നു ശിശിർ. അപ്പോഴാണ് നമ്മുടെ ദീപുവിൻ്റെ വലയിൽ ആദ്യത്തെ ഞണ്ട് കുരുങ്ങിയത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം വലിയ പുഴഞ്ഞണ്ട് തന്നെയാണ് കിട്ടിയത്. ഈ കറുത്തിരിക്കണത് പുഴഞ്ഞണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കടലിന് പിടിക്കണ ഓറഞ്ച് കളറല്ലേ. ഒരു ഞണ്ട് കിട്ടിയാൽ പിന്നെ ആവേശമാണല്ലോ. അങ്ങനെ ദീപം അങ്ങോട്ട് ഇറങ്ങി ഫുള്ള് ഞണ്ട് പിടുത്ത് അങ്ങോട്ട് തുടങ്ങിയപ്പം ദാണ്ട കിടക്കുന്ന നല്ല അടിപൊളി ഒരു മീൻ. നിങ്ങൾ വിചാരിക്കും സാജേഷിന് കിട്ടിയതാണെന്നല്ല. അല്ല ഗൈസ്, ഇത് അടുത്ത് വേറെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ടീമിന് കിട്ടിയ മീനാണ്. ഇത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതല്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. അതായത് ഇത്രയും നല്ല മീനും ഇവിടുന്ന് കിട്ടും എന്നുള്ളത്. പാലത്തിൻ്റെ അടിയിൽ കിടന്നുള്ള ഞണ്ടുപിടുത്തം ബോറടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. കണ്ടൽക്കാടുകൾക്കിടയിലോട്ട് ഇറങ്ങിയിട്ടായിരുന്നു പിന്നീടുള്ള ഞണ്ടുപിടുത്തം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ തീരുന്ന പരിപാടിയല്ല കേട്ടോ. നല്ല ക്ഷമ വേണം, നല്ല സമയം എടുക്കും. ഇവന്മാർ 4-5 മണിക്കൂർ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. പക്ഷെ കുഴപ്പമില്ല, സ്വന്തം കഷ്ടപ്പെട്ട് മീനൊക്കെ പിടിച്ച് അത് തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പം കിട്ടത്തില്ലല്ലോ. അങ്ങനെ ഞണ്ടുകളൊക്കെ ആയിട്ട് വൈകിട്ടായി ഇവന്മാർ വീട്ടിലെത്തുമ്പം. ഞണ്ട് വീട്ടിലെത്തിയപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഓടിക്കളിക്കുമല്ലേ. ഞങ്ങൾ ആരും തൊട്ടില്ല, അമ്മയും ഞാനും ചേച്ചി അങ്ങനെ മാറി നിന്നു. അച്ഛനായിരുന്നു ഇതിൻ്റെ ഫുൾ ഹാൻഡ്ലിങ്. ഞണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിച്ചണിൽ ചാടിപ്പോയി. കഷ്ടപ്പെട്ട അവസാനം പിടിച്ചെല്ലാത്തിനെയും ചട്ടിയിലാക്കി ദാണ്ട് പേടിച്ച് വരച്ച് മാറി നിന്ന് നോക്കുകയാണ് ചേച്ചി. സംഭവം ഞണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയായിരുന്നു. കൂടെ നല്ല പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എങ്ങടാ പോയതെന്ന് അറിയില്ല. ഞാൻ കുറേ തപ്പി ആ വീഡിയോ കാണാനില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈറ്റ്സിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much for watching our videos. Keep supporting us. This is Subi signing off from Bites. Bye bye.